ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളെ കാണുകയാണ്. അയാളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഇന്നലെ വന്ന് ഞങ്ങൾ ബ്ലാക്ക് ലയനെ ഫാക്ടറിയിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആൾ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഫാക്ടറിയിലെ സാധനങ്ങളെല്ലാം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് പറയുവാണ്. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനെ കാണിക്കുക. മറ്റേ 3 പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ അവർ ചോദ്യമെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടിട്ട് ലിങ്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിക്ക് ചോദിക്കുകയാണ്, ഇനി ആ പെങ്കൊച്ചിന് വല്ല ദേഷ്യം കാണും, കാരണം അവൾക്ക് കണ്ണ് കാണാതെ നമ്മൾ കളിയാക്കിയ പോലത്തെ അവസ്ഥയാവുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മിങ് വന്നിട്ട് ആക്ച്വലി വിറ്റയ്ക്ക് സപ്പോർട്ടുള്ള പോലെ സംസാരിക്കാം. ആക്ച്വലി ആര് കണ്ടാലും വിചാരിക്കുക ആ പെണ്ണിന് കണ്ണ് കാണുന്നില്ല, കാരണം അവളുടെ കയ്യിൽ വടി പോലും ഇല്ലായിരുന്നു, അന്തർക്ക് നടക്കാനുള്ള വടി പോലും സ്റ്റിക്ക് പോലും അവളുടെ കയ്യിലില്ലായിരുന്നു. അപ്പം പിന്നെ ആരായാലും അങ്ങനെയല്ലേ വിചാരിക്കൂ എന്നുള്ള രീതിക്ക് മിങ് സംസാരിക്കുവാണ്. അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്റ്റൻ വൈ വന്നിട്ട് ഓരോരുത്തർക്കും അവരവർക്കുള്ള വർക്ക് കൊടുക്കുവാണ്. എന്നിട്ട് ഫസ്റ്റ് വന്ന് കൊടുക്കുന്നത് നമ്മൾ ലിങ്ങനാണ്. ലിങ്ങിനടുത്ത് പറയുവാണ് ഇന്നലെ ഇവർ പോയ ഫാക്ടറിയിൽ അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ്. അതിനുശേഷം കൊടുക്കുന്നത് നമ്മുടെ നിക്കിനാണ്. നിക്കിന് കൊടുക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും നാഗമാണിക്യത്തിൻ്റെ കേസിൻ്റെ എല്ലാ ഫയൽസും എനിക്ക് ഇന്ന് വൈകിട്ട് തന്നെ എത്തണം, മാത്രമല്ല നിക്കിനെ കൊണ്ടത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തുണ്ട് ഹാൻഡിങ് കൂടെ പറഞ്ഞു വിടുവാണ്. ഇനി ലാസ്റ്റ് നമ്മുടെ വിറ്റ് ചോദിക്കണം അവൾക്ക് എന്താ വർക്കുന്നത്. അപ്പോൾ പറയണം നീ വേഗം കപ്പോർട്ടിനുള്ള നിൻ്റെ ടേബിളിൻ്റെ ലെങ്ത് എല്ലാം വേഗം എടുക്കും, എന്തുവായാലും നീ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ ടേബിളിൻ്റെ സ്ഥലം വെറുതെ കളയണല്ലോ, കബോർഡ് പണിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ കളിയാക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അവൾ ചെന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ അടുത്ത് മാത്രമായിട്ടും എന്തിനാ എൻ്റെ അടുത്തൊരു കാര്യം പറയുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ എനിക്ക് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് അവിടെ നിന്ന് ബാക്കിയുള്ള പോലീസുകാരെല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫയലെടുത്ത് ഇറങ്ങി വീഴുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇവരെ ഒളിഞ്ഞു നോക്കുന്നത് കാണുവാണ്. എൻ്റെ വിറ്റ് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്താ പഴയ കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതിൻ്റെ പേടി കൊണ്ടാണോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്തും നമ്മുടെ ബൈ പറയുന്ന കാര്യം വെച്ചാൽ നീ എൻ്റെ പഴയ പാസിലേക്കൊന്നും നീ കടക്കാനായിട്ട് നിൽക്കണ്ട, മാത്രമല്ല എനിക്ക് വേണമെങ്കിൽ 3 മാസത്തേക്ക് നിനക്ക് ഒരു പ്രൊബേഷണൽ പീരീഡ് വന്നിട്ട് ഇവിടെ ഇരുത്തേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ വേണമെങ്കിലും നിന്നെ ഫയർ ചെയ്യാൻ എനിക്ക് പറ്റും, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ, നീ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങിപ്പോണം, അതാണ് എനിക്ക് വേണ്ടതെന്ന് ബൈയും പറയുവാണ്. ഈ സമയത്താണെങ്കിൽ അങ്ങോട്ട് സെന്നി വന്നൊരു ബൊക്കയും അതുപോലെ ബലൂൺസും എല്ലാം കൂടെ കൊണ്ടുവന്നേക്കുവാണ് വീട്ടിലേക്ക് കൊടുക്കാനായിട്ട്. അത് വന്ന് നമ്മുടെ ബൈനെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹാനെ വിളിച്ചിട്ട് പറയണം ഇവള് വന്ന് നമ്മുടെ ഒരു തരത്തിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരുമായിട്ട് ഒരു സാക്ഷികളായിട്ട് ഇവള് സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവളിപ്പോൾ തന്നെ ഫയൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിട്ട് ക്ലർക്കായിട്ട് ഞാനിവിടെ അവളെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. ആ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഒന്നുമല്ല, ഇവരുടെ ഫയൽസ് എല്ലാം എടുത്ത് വയ്ക്കുന്ന റൂമാണ്. ആ റൂമിനകത്താണെങ്കിൽ വേറെ പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചേഴ്സിനൊന്നും അനുവാദമില്ല. അതുകൊണ്ട് തന്നെ സെന്നിനാണെങ്കിൽ അതിനകത്ത് കയറാനും പറ്റത്തില്ല, ഇവളോട് സംസാരിക്കാനും പറ്റത്തില്ല. അവസാനം സെന്നെ അവിടെ നിന്ന് നാണം കെട്ടി തിരിച്ചു പോകേണ്ട അവസ്ഥ വരിക. ആക്ച്വലി ബൈ അതിന് വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു അവളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. എന്നിട്ട് നമ്മുടെ വിറ്റ് ആ ഫയൽ റൂമിൽ ചെന്നിരുന്നതിന് ശേഷം നോക്കുന്നത് ഫുള്ള് നാഗമാണിക്യത്തിൻ്റെ കേസാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് വിറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതിനകത്ത് നമ്മുടെ ഈ ബയ്യൻ്റെ താഴെ വർക്ക് ചെയ്തിരുന്ന ഒരു പോലീസുകാരൻ ബദ്ലി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ചെറുക്കൻ മരിച്ചതിൻ്റെ ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ. ആ ഒരു ചെറുക്കൻ മരിച്ചുപോയി, ഈ ഒരു കേസുമായി സംബന്ധിച്ചാണ് മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടുള്ളൊരു അവൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ബയ്യ ഒരു സ്ഥലത്ത് നിന്ന് ആലോചിക്കുവാണ്, ഈ ബദ്ലി എന്ന് പറയുന്ന ചെറുക്കനും ബയ്യും ചെറുപ്പം തൊട്ടേ പരിചയമുള്ളവരാണ്, മാത്രമല്ല ഇവർ രണ്ടുപേരും പോലീസുകാരായിരുന്നു. നാഗമാണിക്യത്തിൻ്റെ ഒരു സീക്രട്ട് കേസായിട്ട് ഇവർ രണ്ടുപേരും അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പേരിൽ ബ്ലാക്ക് ലയൺ ഉള്ള പേര് തന്നെ അവന് വന്നത് അവൻ ആ ഒരു കള്ളപ്പേരിലാണ് അവരുടെ ടീമിൽ പങ്കെടുത്തിട്ട് ആ ഒരു ടീമിൽ ചേർന്ന് ആ ടീമിൻ്റെ ഉള്ളിൽ ചേർന്നിട്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കുമായിരുന്നു. ബ്ലാക്ക് ടൈഗർ എന്നുള്ളൊരു കള്ളപ്പേരിൽ വന്നിട്ട് അവരുടെ ഇടയിൽ തന്നെ ഒത്തുചേർന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവൻ ആലോചിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മുടെ വിറ്റിയാണെങ്കിൽ ഫയലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇവൾക്കാണെങ്കിൽ ഇവൾക്ക് നേരിട്ട് ചെന്നിട്ട് ആ സാക്ഷിയായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൾ വന്നിട്ട് ഇവളുടെ ചേട്ടനായിട്ടുള്ള വാസുവിനെ വിളിച്ചിട്ട് പറയാം, നീ ഒരു ഹെൽപ്പ് ചെയ്യണം, ഞാൻ ഒരു അഡ്രസ്സ് പറയാം, അവിടെ ചെന്നിട്ട് ഇന്ന 3 പറയുന്നൊരു പെൺകുട്ടിയുണ്ട്, അവളോട് ചെന്ന് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. അവൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അവൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവനെയാണെങ്കിൽ നിർബന്ധിച്ച് പറഞ്ഞു വിടുക. അപ്പോൾ ചേട്ടനാണെങ്കിൽ അനിയത്തിയോട് നല്ല സ്നേഹമുള്ളതുകൊണ്ട് തന്നെ അനിയത്തി പറയാനനുസരിച്ച് പോവുകയും ചെയ്യണം. അനിയത്തി പറഞ്ഞതിനനുസരിച്ച് പോവാൻ തയ്യാറാവുകയാണ്. ഈ സമയത്താണെങ്കിൽ ഷിന്നാണെങ്കിൽ നമ്മുടെ വിറ്റിയെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലഞ്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വിറ്റിയെ വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സെയിം ടൈമിൽ തന്നെ വാസു വന്നിട്ട് ആ 3 പറയുന്ന പെങ്കൊച്ചിനെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ വരുന്ന സമയത്തും അവൾ വന്നിട്ട് മറ്റേ ഗ്ലാസ് ഒന്നും വെച്ചിട്ടില്ല, അന്തമാരെ കണ്ണാടി ഒന്നും വെക്കാതെ വരുന്നത്. അപ്പോൾ അവളെ കാണുമ്പോൾ തന്നെ വാസു വന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വീഴുവാണ്.
ആക്ച്വലി നമ്മുടെ വിറ്റ പറഞ്ഞു കാണും അവൾക്ക് കണ്ണ് കാണത്തില്ലെന്ന്. പക്ഷേ ഇവളെ കണ്ട് അവനങ്ങ് അമ്പരന്ന് നിൽക്കുമല്ലോ, അതിൽ ഇവൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം വരെ വാസു മറന്നുപോയിട്ട് ഫോൺ കാണിച്ച് ചോദിക്കുക കേട്ടോ, നിനക്ക് ഇവളെ ഓർമ്മയുണ്ടോന്ന് വിറ്റയെ കാണിച്ചിട്ട്. പിന്നെയാണ് ഇവന് ബോധം വരുന്നത്, ദൈവമേ ഇവൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ എന്ന്. അപ്പോൾ പറയണം സോറി, ഞാൻ ഇച്ചിരി റൂഡായെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് പറയുവാണ്, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് വന്നതാണ്, വിറ്റ പറഞ്ഞു വിട്ടയാന്നൊക്കെ പറയുവാണ്. ഇനി ആ ഒരു ഷിൻ എന്ന് പറയുന്ന പെണ്ണും അവർ വിറ്റയും കൂടി ലഞ്ച് കഴിക്കായിരിക്കും. പക്ഷേ വിറ്റയ്ക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ഷിൻ എന്ന് പറയുന്ന പെണ്ണിൻ്റെ പേരിൽ ഒരു ഡൗട്ട്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പൈസയുള്ള ഒരാൾ ലഞ്ച് കഴിക്കാനായിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ഇതെല്ലാം വന്ന് ഇവൾ ചോദിക്കുന്ന സമയത്ത് ഷിൻ പറയുകയാണ്, എനിക്കാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട് ഇല്ല, അപ്പോൾ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് കാണാമെന്ന് കരുതി, കാരണം നീ എൻ്റെ ലൈഫ് രക്ഷിച്ചതല്ലേ എന്ന് പറയുമ്പോഴും വിറ്റ് വന്നിട്ട് ഇവളുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഇവളെന്തെങ്കിലും കള്ളത്തരമാണോ പറയുന്നതെന്നാണ് വിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ ഷിൻ എന്ന് പറയുന്ന പെങ്കൊച്ച് പറയുന്നുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴും വിറ്റ് പറയണം എനിക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് വിറ്റ് അവിടെ നിന്ന് പോവാട്ടോ. ഇതേ സമയം നമ്മുടെ വാസുവാണെങ്കിൽ ആ 3 പറയുന്ന പെങ്കൊച്ചിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചു അതെല്ലാം വന്ന് നോട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഇവനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൾ ഒരു ക്വസ്റ്റ്യനിൽ പറയുവാണ്, ആക്ച്വലി അന്ന് വന്നിട്ട് നോർമൽ അല്ലാതെ ഞാൻ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന് അവിടുത്തെ ആ ഒരു ഗ്രില്ല് വന്ന് ഓപ്പൺ ആവുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു, അന്ന് 2-3 പേര് ഇറങ്ങിയ കാറിൽ കയറി പോകുന്നത് ഞാൻ കേട്ടായിരുന്നെന്ന്. ഇതേ സമയത്ത് തന്നെ വന്ന് വിറ്റ് വന്നിട്ട് ഇവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വാസു ചോദിക്കണം നീ എന്തിനാ ഇപ്പോൾ വന്നേന്നൊക്കെ ചോദിക്കുന്നെങ്കിലും നമ്മുടെ വിറ്റ് വന്ന് വേഗം ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് എവിടെ നിന്നിട്ടാണോ ആ ഒരു പെങ്കുച്ച സൗണ്ട് കേട്ടത് അവിടെയെല്ലാം നിന്ന് അവൾക്ക് നിരീക്ഷിക്കുന്ന സമയത്ത് കറക്റ്റ് വന്ന് ആ ഒരു പ്രോപ്പർ ലൊക്കേഷൻ നമുക്ക് വിറ്റയ്ക്ക് കിട്ടുവാണ്. പക്ഷേ ഈ വിറ്റ പോകുന്നതെല്ലാം വന്ന് ബൈ ഒരു ഭാഗത്തു നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് അവൾ വന്നിട്ട് ആ ഒരു ബിൽഡിംഗ് ഇല്ലേ അതിൻ്റെ മണ്ടേ കയറാനായി പോകുന്ന സമയത്ത് ഇവളുടെ മേലേക്ക് കുറച്ച് മറ്റേ മുളയില്ലേ അതിൻ്റെ സംഭവങ്ങൾ വന്ന് വീഴാൻ നിൽക്കും കേട്ടോ. ലാസ്റ്റ് അവൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ സ്റ്റേഴ്സ് എല്ലാം കയറിയിട്ട് മേലെ ചെല്ലുവാണ്. മേലെ ചെന്ന് നോക്കുമ്പോഴാണ് അവൾക്കൊരു അതിശയം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേരി എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ വീട്ടിലുള്ള വെള്ളം എല്ലാം തന്നെ വേറൊരു അടച്ചിട്ടുള്ളൊരു വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അതിനകത്ത് ആരാണ് താമസിക്കുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വില്ലന്മാരെ മീൻസ് അതിൻ്റെ ആ ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതും മേരി തന്നെയാണ്. അവരെല്ലാവരും അതിനകത്ത് തന്നെ താമസിക്കുന്നതെന്നുള്ള കാര്യം വിറ്റയ്ക്ക് മനസ്സിലായിട്ട് വിറ്റ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുവാണ്. ഇതേ സമയത്താണെങ്കിൽ കറക്റ്റ് അങ്ങോട്ട് ലിങ്കും ബാക്കിയുള്ളവരും വന്ന് കാണും കേട്ടോ. ഇവളാണെങ്കിൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് പറഞ്ഞ് അവളുടെ അടുത്ത് ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുവാണ്. അവിടെ നിന്ന് സീൻ കിട്ടായി കഴിഞ്ഞാൽ അന്ന് രാത്രി കാണിക്കുവാണ്. അന്ന് രാത്രി വന്നിട്ട് ഈ ഒരു മേരി എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ആ ലേഡി, അവർ വന്നിട്ട് ഫുഡും എല്ലാം കൊണ്ടുവന്നിട്ട് ആ ഒരു അടച്ചിട്ട് വീട്ടിലേക്ക് കൊടുക്കാൻ പോകുന്ന സമയത്ത് കറക്റ്റ് ബൈ പിടിക്കുക കേട്ടോ. ഇത് ബൈ ആണെങ്കിൽ ആ ഒരു ലേഡി ഇറങ്ങാൻ സമ്മതിക്കാതെ അവൻ മെല്ലെ ചെന്ന് അവിടെ നിന്ന് നോക്കുവാണ്. അപ്പോൾ അവരവിടെ പറയുന്നത് കേട്ടായിരുന്നു, ഇന്ന് ശരിക്കുള്ള ലുഗർ എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ വില്ലൻ. അയാളെ വന്നിട്ട് ലുഗർ എന്ന് പറയുന്നത് വന്നിട്ട് ഈ നാഗമാണിക്യത്തിൻ്റെ കേസിലെ മെയിൻ വില്ലനാണ്. അയാളെ കാണാൻ പറ്റുന്നതൊക്കെ സംസാരിക്കുക. ആ സമയത്ത് ഇതെല്ലാം കേൾക്കുമ്പോൾ വന്ന് നമ്മുടെ ബൈക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് തലയിൽ ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അയാൾ പറയുകയാണ് ഇങ്ങനൊരു സാധനം ഉണ്ട് അത് എടുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ആ സമയത്തും അപ്പുറത്തും പോലീസുകാർ വന്നിട്ട് ആ ഒരു ഇവർ അടച്ചിട്ട സംഭവം വന്ന് തുറക്കുവാണ്. അതുകൊണ്ട് ഇവർക്ക് എന്തോ വേണമെന്നറിയാതെ ഇവർ പരതുവാണ്. ആ സമയത്തും നമ്മുടെ ബയ്യൻ കയറി ഇവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് ഇവരെല്ലാവരും കീഴ്പ്പെടുത്തുവാണ്. അതിൽ ഇവൻ കീഴ്പ്പെടുത്തുന്ന മെയിൻ ആൾ വന്ന് ആ എയ്ഗിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. മാത്രമല്ല ബാക്കിയുള്ള പെൺപിള്ളേരെ എല്ലാവരും തന്നെ ഇവർ രക്ഷിക്കുവാണ്. മേരി ആണെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് കുറേ കരഞ്ഞ് പറഞ്ഞു പോകുന്നെങ്കിൽ പോലും മേരി ചെയ്തതും തെറ്റല്ലേ, അതുകൊണ്ട് മേരിയും വന്ന് പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോവാണ്. ഇവരെല്ലാവരും ഈ ക്രൈം സീനിൽ നിൽപ്പുണ്ട് കേട്ടോ പിടിച്ചു കഴിഞ്ഞിട്ട്. പാവം നമ്മുടെ വിറ്റ മാത്രം ആ വണ്ടിക്കാതിരിക്കുക, അവൾക്ക് എന്തോ വേണമെന്നുണ്ടോ അവളുടെ അടുത്ത് ഇറങ്ങണ്ടെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അവസാനം ഇവരെല്ലാവരും പിടിച്ചു കഴിയുന്ന സമയത്ത് വിറ്റ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ബയ്യൻ്റെ കുടയ്ക്കകത്ത് കയറുക. ആ സമയത്താണ് അവൾ വന്ന് ബയ്യൻ്റെ കയ്യിലൊരു ചുവന്ന പാട് കാണുന്നത്. അത് വേറെ ഒന്നുമില്ല, ആ മുള പോലെയുള്ള സംഭവം വീണ് കാണൂല അവളുടെ മേലിൽ. അപ്പോൾ ആ സമയത്ത് ഇവൾ തലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വന്ന് തടഞ്ഞത് തന്നെ ഇവനാണ്. അപ്പോൾ ഇവൻ വന്ന് ഇവളുടെ അടുത്ത് പറയണം, ആക്ച്വലി ഞാൻ വിചാരിച്ചത് നിനക്ക് വന്നിട്ട് മനുഷ്യന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ മാത്രമേ പ്രശ്നമുള്ളായിരുന്നെന്നും, ഇത് വന്നിട്ടൊരു മുളയെ പോലും നിനക്ക് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കളിയാക്കുക കേട്ടോ. എന്നിട്ട് ബൈ പറയാണ്, നിൻ്റെ അടുത്ത് ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു ഈ കേസിൽ നീ ഇടപെടാൻ നിൽക്കണ്ടെന്ന്, എന്നിട്ട് പോലും നീ ഒറ്റയ്ക്ക് വന്നതിന് ശേഷം. പക്ഷേ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അടച്ചൊരു വീടിനകത്ത് നീ ഇടിച്ചു കയറി പോകാഞ്ഞത് വലിയ കാര്യമായി, അല്ലെങ്കിൽ എന്തായിരുന്നേ ഇവിടെ നമ്മൾ ഈ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ലായിരുന്നെന്ന് പറയുവാണ്. ശരി, നീ ഇത്രയൊക്കെ നല്ല കാര്യം ചെയ്തുകൊണ്ട് തന്നെ നാളെ രാവിലെ 7 മണിക്ക് ഗ്രൗണ്ടിൽ വാ, ഞാൻ നിന്നെ വന്ന് പഠിപ്പിക്കാമെന്ന് പറയാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.